അന്ധവിശ്വാസം മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളുടെ ശ്രേണിയിലേക്ക് ഒരെണ്ണം കൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്നലെ ബാലരാമപുരത്ത്, തിരുവനന്തപുരത്തിന് അടുത്തുള്ള ബാലരാമപുരത്തുണ്ടായ ഒരു സംഭവം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം സ്വന്തമായിട്ടൊരു അമ്പലമൊക്കെ നിർമ്മിച്ചു. അതിൽ പൂജാരിയായിട്ടൊക്കെ തന്നെത്താൻ ഇരുന്നു, അവരോധിക്കപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി, ഇത്രാം തീയതി അദ്ദേഹം സമാധിയാകും എന്ന്. സമാധി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ മരിക്കുക, അങ്ങ് മരിച്ചു പോകും. അദ്ദേഹം അത് മുൻകൂട്ടി കാണുക വളരെ ഒരു വിചിത്രമായ കാര്യമാണ്. ഈ ലോകത്ത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല അയാൾ എന്ന് മരിക്കും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള സ്വാമിമാർക്കൊക്കെ അറിയാം അവരെന്ന് മരിക്കും എന്നുള്ളത്. അങ്ങനെ ഗോപൻ സ്വാമി അങ്ങ് തീരുമാനിച്ചു അയാൾ മരിക്കാൻ പോകുന്നത്. അയാൾ പറയുന്നല്ലത് അയാളുടെ മകൻ പറയുന്ന കാര്യമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗോപൻ സ്വാമി ഇതൊന്നും പറഞ്ഞതായിട്ട് ആർക്കും അറിഞ്ഞൂടാ. ഇത്രാം തീയതി മരിക്കും എന്ന് പറഞ്ഞതായിട്ട് രേഖകളോ റെക്കോർഡോ ഒന്നുമില്ല. അയാളുടെ മകൻ പറയുന്നു അയാൾ ഇങ്ങനെ സമാധിയായി എന്ന് പറയുന്നു, എന്ന് വെച്ചാൽ വടിയായി, കാര്യം തീർന്നു. അപ്പോൾ അതിന് പകരം അത് പറയുന്നത് രസകരമായ കാര്യവുമാണ് കേട്ടോ. അച്ഛനെ പ്രഷറിനുള്ള ഗുളിക കഴിച്ചു, പ്രഷറിനുള്ള മരുന്നും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു, സമാധിയായി. പിന്നെ സമാധിയായിട്ട് അച്ഛൻ തന്നെ എല്ലാം തീരുമാനിച്ച് ഒരു കല്ലറ പോലെ കെട്ടി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ അടപ്പില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടപ്പ് ഈ മരിക്കുന്നതൊക്കെ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് മേളിൽ കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കണം. അപ്പോൾ അച്ഛനെ അത് ഇറക്കി ഇരുത്തിയിട്ട് ഇയാൾ കോൺക്രീറ്റ് ഇട്ടങ്ങ് അടച്ചു വൃത്തിയാക്കി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, യഥാർത്ഥത്തിൽ അതാണ് കൊലപാതകം എന്ന് പറയുന്നത്. നമ്മുടെ BNS അനുസരിച്ച്, അതായത് നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ BNS അനുസരിച്ചുള്ള കൊലപാതക കുറ്റം എന്ന് പറയുന്നതാണ് ഇവിടെ വന്നത്. ഇത് വരാൻ കാരണമെന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ചു പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പണ്ട് നമുക്ക് സതി എന്ന് പറയുന്ന അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അത് രാജാറാം മോഹൻ റോയും ഒക്കെ, അത് മഹാത്മാഗാന്ധിയും അതുപോലുള്ള വലിയ നേതാക്കളും ഒക്കെ വിചാരിച്ചപ്പോൾ അത് നിർത്താൻ പറ്റി. ബ്രിട്ടീഷുകാരാണ് യഥാർത്ഥത്തിൽ അത് സ്റ്റോപ്പ് ചെയ്തത്. കാടത്തമാണ്, സതി എന്ന് പറഞ്ഞങ്ങ് കൊലപാതകമാണ് നടത്തുന്നത്. അതായത് ഈ സ്ത്രീകൾ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ആ ചെതയെ ചാടി അങ്ങ് മരിക്കണം, അതാണ് കാര്യം. കാരണം ഈ ഭർത്താവിന് മരിച്ച് എല്ലാം അങ്ങ് ചെന്ന് കഴിഞ്ഞാലും ഇതേ സർവീസൊക്കെ കിട്ടണ്ടേ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഭാര്യയും കൂടെ അങ്ങ് കൊണ്ടുപോകണം. അതിനാണ് ഇവർ ഇതിന് ഒരിക്കലും തീ ചാടാൻ തയ്യാറാവത്തില്ല. അവരെ എന്ത് ചെയ്യുന്നറിയോ, അവരെ ചില ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ചിലർ തന്നെത്താൻ ചെയ്യും, ബാക്കി മിക്കവരും ആരും തന്നെത്താൻ ചാടാൻ ഇരിക്കത്തില്ല. അപ്പോൾ ഇത് അവരെ പിടിച്ച് ചെതയിലിടും, അങ്ങനെ തള്ളിയിട്ട് കൊല്ലുന്ന, അത് കൊലപാതകമാണ്. അവസാനം അത് ഒരു മേർഡർ എന്നുള്ള രീതിയിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി. ഇത് കഴിഞ്ഞൊക്കെ ഈ അടുത്ത കാലത്ത് പോലും ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായതാണ്. നമ്മുടെ 2000-ങ്ങളിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സ്ത്രീയെ പഞ്ചാബിലും കണ്ടുപിടിച്ച് തീയിലിട്ട് ചുട്ടുകൊന്നു. അവന്മാരെ മുഴുവൻ എണ്ണത്തിനെയും ജീവരെയും ശിക്ഷിച്ചു. അത് കൊള്ളാം. അപ്പോൾ ആ രീതിയിലുള്ള ആ അന്ധവിശ്വാസമാണ് അതിലേക്ക് നയിച്ചത്. അതേപോലുള്ള ഒരു അന്ധവിശ്വാസമാണ് ഇവിടെ സംഭവിച്ചത്. സമാധിയായി എന്നങ്ങ് ഒരാൾ പറയുക, അയാൾ ഇത്രാം തീയതി മരിക്കും എന്ന് അയാൾ പറഞ്ഞു. മരിച്ചോ മരിച്ചില്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം, മരിച്ചു. അവസാനം ഇയാളെ കല്ലറയിൽ ഇറക്കി ഇരുത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് ഈ മോനെ അടച്ചു. എയർ ടൈറ്റായിട്ട് ഈ ഒരു സാധനം അടച്ചു കഴിഞ്ഞാൽ അയാൾ അതിനകത്തിരുന്ന് സമാധിയാവും, ഒരു സംശയമില്ല. കാരണം ഈ സമാധിക്ക് നമ്മൾ കൊലപാതകം എന്ന് പറയും. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പോലീസ് ഇതിനകത്ത് സുവമോട്ടോ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഇങ്ങനെയുള്ള ആളുകളൊക്കെ, അതായത് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സമൂഹത്തിൽ ഇല്ലാതാകണം. അതിന് ഇവനെയൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇത് പറഞ്ഞിട്ട് ആരെയും അറിയിച്ചില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ അച്ഛൻ വടിയാവുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം അവന് സ്വന്തമായിട്ട് മാത്രമേ കാര്യങ്ങൾ അറിയാവൂ. അതെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തണം, എന്നിട്ട് കണ്ടുപിടിക്കണം അയാൾ ശ്വാസം മുട്ടി മരിച്ചാണോ എന്ന്. ആദ്യം അതാ നോക്കണ്ടേ. അതോ അയാൾ വേറെ വല്ല മുറിവോ അത് ശരീരത്തെ പരിക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. മരണകാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരാൾ അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചാൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. അങ്ങനെ ഇവിടെ കേസില്ല. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നെന്ന് കേസില്ല. അയാൾക്ക് പ്രഷർ ഉണ്ടായിരുന്നു പറഞ്ഞു, ആ ഹൈപ്പർ ടെൻഷൻ, അതിന് മരുന്ന് കഴിച്ച് കഞ്ഞിയും കുടിച്ചു, ഗുളികയും കഴിച്ചു, കഞ്ഞിയും കുടിച്ചു, മരിച്ചു, സമാധിയായി. ഈ പ്രഷറിൻ്റെ ഗുളികയും കഴിക്കുന്ന വെച്ചിട്ട് കഞ്ഞിയും കുടിക്കുന്നവരാരും മരിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ഞാൻ അങ്ങനെ കേട്ടിട്ടുമില്ല.
ഏതായാലും വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ മകൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്. അയാൾ യഥാർത്ഥത്തിൽ അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ഈ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തണം. ഏതായാലും അന്വേഷണം നടക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം.